ടേസ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഉണക്കമുളക്, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ചെറുനാരങ്ങ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. നമ്മുടെ ചെറുനാരങ്ങ ഇതിലിടില്ല കേട്ടോ. മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇവിടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ മുന്നേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലെമൺ ഉണ്ടല്ലോ, അതിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചെറുനാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തതുകൊണ്ട് സാധാ മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ വീഡിയോൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 3/4 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ അത്. ഇതെല്ലാം കൂടി മസാലകളൊക്കെ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക കേട്ടോ നല്ലത്. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് ചിക്കൻ ഫ്രൈ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.